അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള ഹജ്ജാജിമാരെ, ഈ വർഷം കേരളത്തിൽ നിന്ന് വരുന്ന ഹജ്ജാജിമാർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. നാട്ടിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹാജിമാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ ആളുകൾ കൂടുതലും പ്രായം ചെന്ന ആളുകളായതുകൊണ്ട് തന്നെ രോഗികളായിട്ടുള്ള ആളുകളും പ്രായം ചെന്ന ആളുകളും അവർ സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ, അവർ നാട്ടിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ഡോക്ടറെ കണ്ടുകൊണ്ട് ഡോക്ടറെ ഉപദേശം തേടിക്കൊണ്ട് ഒരു 45 ദിവസമെങ്കിലും കഴിക്കാനുള്ള മരുന്നുകൾ കൈവശം വെക്കൽ നിർബന്ധം. ഷുഗർ, പ്രഷർ, അതുപോലെ തന്നെ കൊളസ്ട്രോള്, അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഇവയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഒരു 45 ദിവസം കഴിക്കാനുള്ള മരുന്ന് നിർബന്ധമായിട്ടും കയ്യിൽ കരുതണം. ഇതിൽ തന്നെ ഈ മരുന്നുകൾ ഒരു ആഴ്ച ഉപയോഗിക്കാനുള്ള മരുന്ന് ഹാൻഡ് ബാഗിൽ നിർബന്ധമായിരിക്കും വെക്കണം. കാരണം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പിന്നെ നമ്മുടെ ഹജ്ജ് ക്യാമ്പിൽ വന്ന്, എയർപോർട്ടിൽ ഹജ്ജ് ക്യാമ്പിൽ വന്ന് അവിടുന്ന് വിമാനയാത്ര നടത്തി റൂമിലേക്ക് എത്തുന്നവരെയും റൂമിൽ നിന്ന് എത്തി ലഗേജൊക്കെ ഒരു പക്ഷേ കിട്ടാൻ സമയം വഴുകുകയാണെങ്കിൽ പ്രയാസപ്പെടാതിരിക്കാൻ ഒരാഴ്ച ഉപയോഗിക്കാനുള്ള മരുന്നുകൾ നിർബന്ധമായിട്ടും ഹാൻഡ് ബാഗിൽ വെക്കുകയും ചെയ്യണം. അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ ഉണ്ടാവും, സോഡിയം കുറയുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ ഉറക്കമില്ലാത്ത ആളുകൾക്കുള്ള മരുന്നുകളൊക്കെ, ഈ മരുന്നുകൾക്കൊക്കെ നിർബന്ധമായും നിങ്ങൾ എല്ലാ കയ്യിലുള്ള മരുന്നുകൾക്കൊക്കെ നിർബന്ധമായും ഡോക്ടറെ കണ്ട് അതിൻ്റെ ഒരു ലിസ്റ്റ്, അതുപോലെ തന്നെ ഈ മരുന്നുകളുടെയൊക്കെ ബില്ല് നിർബന്ധമായും കയ്യിൽ കരുതണം. യാത്രയിൽ ഉപയോഗിക്കാനുള്ള മരുന്ന് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് യാത്രാ സമയത്ത് കുടിക്കേണ്ട ഗുളികളൊക്കെ സമയത്തിന് കുടിക്കണം. യാത്രയിലാണെന്ന് വിചാരിച്ച് ഗുളിക കുടിക്കാതിരുന്നാൽ നിങ്ങൾ ഇഹ്റാം ചെയ്ത് മക്കയിലെത്തുമ്പോഴത്തേന് അവശരായി പോവും. അതില്ലാതിരിക്കാൻ വേണ്ടി മരുന്നുകൾ സമയത്തിന് കഴിക്കണം, ഭക്ഷണവും സമയത്തിന് കഴിക്കണം. ഭക്ഷണം കഴിക്കാതെ ക്ഷീണിച്ച അവശരായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മരുന്ന് സമയത്തിന് കുടിക്കാതെ അവശരായി പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് മരുന്നുകൾ കഴിക്കുകയും കഴിക്കാനുള്ള മരുന്നുകൾ കൈവശം വെക്കുകയും ആ കഴിക്കുന്ന മരുന്നുകൾക്കുള്ള രേഖകളൊക്കെ കൊണ്ടുവരികയും, അതുപോലെ തന്നെ സ്ഥിരമായി രോഗികളായിട്ടുള്ള ആളുകളാണെങ്കിൽ അവരുടെ മെഡിക്കൽ റിപ്പോർട്ട് അടക്കമുള്ള രേഖകൾ നിങ്ങളെ കൈവശം വെക്കുകയും ചെയ്യണമെന്നാണ് ആദ്യമായി പറയാനുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യത്തിന് ചെറിയ പനി, തലവേദന, അതുപോലെ തന്നെ ചുമ ഒക്കെ ഉള്ള മരുന്നുകൾ ഡോക്ടറെ കണ്ട് വളരെ കയ്യിൽ കരുതുന്നത് വളരെ ഉപകാരപ്പെടും ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെയാണ് അത്യാവശ്യം യാത്രയിലും അതുപോലെ തന്നെ മക്കയിൽ എത്തി ഒരു 1-2 ദിവസം ഉപയോഗിക്കാനുള്ള ഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മൾ താൽക്കാലികമായി ഉപയോഗിക്കാനുള്ള റിയാലൊക്കെ നിർബന്ധമായും ഹാൻഡ് ബാഗിൽ കരുതണം. ഇതൊന്നും ലഗേജിൽ ഇടരുത്. ലഗേജിൽ ഇട്ട് കഴിഞ്ഞാൽ, ലഗേജ് കിട്ടാൻ സമയം വൈകി കഴിഞ്ഞാൽ അത് ഹാജിമാർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ അത്യാവശ്യം ഉപയോഗിക്കാനുള്ള മരുന്ന്, നമ്മൾ കൈവശമുള്ള പൈസ, അതുപോലെ തന്നെ ഒരു 1-2 ദിവസം ഉപയോഗിക്കാനുള്ള ഡ്രസ്സുകൾ, ഇതൊക്കെ ഹാജിമാർ നിർബന്ധമായും കയ്യിൽ കരുതണം. കയ്യിൽ മീൻസ് ഹാൻഡ് ബാഗിൽ കരുതണം. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ മനസ്സിലാക്കാനും വിവിധ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നടത്തേണ്ട പ്രാർത്ഥനകൾ നടത്താനും, അതുപോലെ തന്നെ ദിക്റുകളും സലാത്തുകളൊക്കെ ചെല്ലേണ്ട അടങ്ങിയ ഒരു ചെറിയ പുസ്തകം നിങ്ങൾ മലയാളത്തിലും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിലൊക്കെ ചെറിയ ഒരു കിതാബ് നിങ്ങൾ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശം ഒരു 2 ജോഡി എക്സ്ട്രാ ചെരുപ്പുകൾ കൈവശം. ആർമിൽ പോകുമ്പോൾ ചെരുപ്പുകൾ മിസ്സാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 ജോഡി ചെരുപ്പുകൾ നിർബന്ധമായിട്ടും കയ്യിൽ വെക്കുക. ചെരുപ്പിടാതെ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല. നല്ല കാലാവസ്ഥ, നല്ല കടുത്ത ചൂടാണ്. അതുകൊണ്ട് ചെരുപ്പിടാതെ പുറത്തിറങ്ങിയാൽ, പ്രത്യേകിച്ച് ഷുഗർ രോഗം പോലുള്ള രോഗികളൊക്കെ ആയിട്ട് ആളുകൾ കാല് പൊള്ളിപ്പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യാനൊക്കെ വലിയ പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് 2 ജോഡി ചെരുപ്പ് എക്സ്ട്രാ കയ്യിൽ കരുതണം. അതുപോലെ തന്നെ കടുത്ത ചൂടാണ് മക്കയിലുള്ളത്. ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി നിങ്ങൾ പറ്റുമെങ്കിൽ കൂളിംഗ് ഗ്ലാസ്, അതുപോലെ തന്നെ ഒരു തൊപ്പി, ഒരു ചെറിയ കൊട ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കയ്യിൽ കരുതുക. ഈ ഹറമിലേക്ക് പോകുമ്പോൾ ഈ ചെരുപ്പ്, കൊട, അതുപോലെ തന്നെ ഈ കിതാബൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ചെറിയ
കുട്ടികളെ സ്കൂൾ ബാഗ് പോലത്തെ ഒരു പുറത്തിടാൻ പറ്റുന്ന ഒരു ബാഗ് നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യിൽ വെക്കുക. അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കണം. ഹാജിമാർ വെള്ളം ഇഷ്ടംപോലെ കുടിക്കണം. മൂത്രം ഒഴിക്കാണ്ടാവുന്ന വെച്ചാൽ വെള്ളം കുടിക്കാതെ എന്നാൽ നമുക്ക് പ്രയാസം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഭക്ഷണം നന്നായി കഴിക്കണം. ഉറക്കം നന്നായി സമയത്തിന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ മരുന്നുകൾക്കും നിർബന്ധമായും നിങ്ങൾ രേഖകൾ കൊണ്ടുവരണം. എയർപോർട്ടിൽ വരുന്ന സമയത്ത് ചെക്കിങ്ങിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അത് പ്രയാസം ഉണ്ടാക്കും. അത് പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മരുന്നിനും ബില്ലും അതുപോലെ തന്നെ ലിസ്റ്റുകളൊക്കെ നിങ്ങൾ നിർബന്ധമായും കൈവശം വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അത്യാവശ്യം ഉപയോഗിക്കാനുള്ള നിങ്ങൾക്ക് വേണ്ട കുറച്ച് റിയാൽ നാട്ടിൽ നിന്ന് തന്നെ മാറ്റി കയ്യിൽ വെക്കുന്നതായിരിക്കും നന്നാകുക. ഇവിടെ എത്തി മാറ്റാനും അത് മാറ്റാൻ വേണ്ടി മറ്റുള്ളവർക്ക് കൊടുത്ത് സമയം ഒക്കെ വൈകുമ്പോൾ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാനോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കാനൊക്കെ അത് പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 500 റിയാൽ താഴെയുള്ള പൈസ നിങ്ങൾ കൈവശം 100, 200, 300, 500 റിയാൽ നാട്ടിൽ നിന്ന് തന്നെ മാറ്റി നിങ്ങൾ കൈവശം വെക്കുന്നത് നന്നായിരിക്കും. അത് നഷ്ടപ്പെടാത്ത സ്ഥലത്ത് ഭദ്രമായി സൂക്ഷിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഹാൻഡ് ബാഗിലല്ലാതെ ലഗേജിലോ മറ്റു സ്ഥലങ്ങളിലൊന്നും പൈസ വെക്കരുത്. നിങ്ങൾ കൈവശമുള്ള ഹാൻഡ് ബാഗിൽ അല്ലെങ്കിൽ ശരീരത്തിൽ ധരിക്കുന്ന ബെൽറ്റിനകത്ത് ഒക്കെ എന്ത് ചെയ്യുക, ഭദ്രമായി സൂക്ഷിച്ചു വേണം പൈസ വെക്കാൻ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും, പക്ഷേ നിങ്ങളുടെ ബന്ധുക്കളോ മക്കളോ ഒക്കെ ഉപയോഗിച്ചിരുന്ന സൗദി അറേബ്യയിൽ ഉപയോഗിച്ചിരുന്ന സിം കാർഡ് ഉണ്ടെങ്കിൽ ആ സിം കാർഡിൽ നിങ്ങളെ ഫോണിലിട്ട് ആക്റ്റീവാക്കി അതിൽ റീചാർജ് ചെയ്ത് പോരാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ കോഴിക്കോട് എയർപോർട്ടിൽ സിം കാർഡ് കിട്ടുകയാണെങ്കിൽ അവിടെ സിം കാർഡ് ഇട്ട് ആക്റ്റീവാക്കി റീചാർജ് ചെയ്ത് പോരാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളെ അവിടുത്തെ ഓരോ ഇവിടുത്തെ ടെലികോം കമ്പനികളുണ്ട്. ആ കമ്പനികൾ ആളുകളൊന്ന് നിർബന്ധിച്ച് നിങ്ങളെ സിം കാർഡ് എടുക്കുമ്പോൾ ഒന്നിലധികം സിം കാർഡ് ഒരു കാരണവശാലും ആരും എടുക്കരുത്. ഒരു സിം കാർഡ് മാത്രം എടുക്കുക. ആ സിം കാർഡ് ആക്റ്റീവായി എന്ന് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തണം. അല്ലാതെ നമുക്ക് പ്രയാസം ഉണ്ടാക്കും, ഇവിടെ വരുന്ന സമയത്ത് പ്രയാസം ഉണ്ടാക്കും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിന്റെ ചാർജർ, അതുപോലെ തന്നെ 3 പിന്ന്, അതുപോലെ തന്നെ പവർ ബാങ്ക് ഒക്കെ കയ്യിൽ വെക്കുക. അതുപോലെ തന്നെ ഈ ഫോണിന്റെ പിൻകോഡുകൾ ഉണ്ടാവും. പല ആളുകളും പ്രായം ചെന്ന ആളുകളാകുമ്പോൾ നാട്ടിൽ നിന്ന് ഇത്തരം ആൻഡ്രോയിഡ് ഫോണുകളൊന്നും ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ ആ ഫോണിന്റെ പിൻകോഡ് നിർബന്ധമായും ഒരു പേപ്പറിൽ എഴുതി കൈവശം വെക്കുക. അതുപോലെ തന്നെ വൈഫൈ ഉപയോഗിക്കാനൊക്കെ എന്ത് ചെയ്യുക, മക്കളെ കൊണ്ട് പഠിപ്പിച്ച് വരിക. എല്ലാ ബിൽഡിങ്ങുകളും വൈഫൈ ഉണ്ടാവും. വൈഫൈ ഉപയോഗിച്ച് നിങ്ങൾക്ക് നാട്ടിലേക്ക് ഫോൺ ചെയ്യാനും നെറ്റ് ഉപയോഗിച്ച് ഫോൺ ചെയ്യാനൊക്കെ പൈസ ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റപ്പോൾ വൈഫൈ ഉപയോഗിക്കാൻ അതുപോലെ തന്നെ നെറ്റ് ഉപയോഗിക്കാനൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നത് വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതിനൊക്കെ പ്രയാസം ഉണ്ടാക്കും. അതുപോലെ തന്നെ നാട്ടിലെ നമ്മളെ ബന്ധപ്പെട്ട ആളുകളുടെ ഒരു അഡ്രസ്സ്, അതുപോലെ തന്നെ ബന്ധപ്പെട്ട മക്കളുടെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ ഒരു അഡ്രസ്സുകളും ടെലിഫോൺ നമ്പറുകളും ഒരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹാൻഡ് ബാഗിലോ അല്ലെങ്കിൽ ഒരു പേഴ്സിലോ എവിടെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, ഭദ്രമായിട്ട് വെക്കണം. അഥവാ ഫോൺ നഷ്ടപ്പെടുകയോ നമ്മൾ എവിടെയെങ്കിലും മിസ്സാവുകയോ ചെയ്താൽ അവരുമായി കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ഇന്ന നാട്ടുകാരനാണ് ഇന്ന ആള് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പേപ്പറിൽ എന്ത് ചെയ്യുക, നമ്മുടെ അഡ്രസ്സുകൾ ഭദ്രമായി എഴുതി നാട്ടിലെ ബന്ധപ്പെട്ട ആളുകൾ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറൊക്കെ നിങ്ങൾ കൈവശം വെച്ചാൽ അത് വളരെ ഉപകാരപ്പെടും എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പാസ്പോർട്ടിന്റെ കോപ്പി, അതുപോലെ തന്നെ ടിക്കറ്റ് കോപ്പി, വിസ പേപ്പറൊക്കെ ഫോട്ടോ എടുത്ത് ഒന്നിരിക്കൽ ബന്ധപ്പെട്ട ആളുകളുടെ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലോ എന്ത് ചെയ്യണം, അത് വെക്കണം. അഥവാ എന്തെങ്കിലും മിസ്സിങ് സംഭവിച്ചാൽ ഒരു ടെൻഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത്. നമ്മുടെ ലഗേജിൽ നിങ്ങളുടെ കവർ നമ്പർ, അതുപോലെ തന്നെ ബിൽഡിംഗ് നമ്പർ, റൂം നമ്പർ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ആ രേഖപ്പെടുത്തിയ നമ്മുടെ ഫോട്ടോ പതിച്ച് നമ്മുടെ ഹാൻഡ് ബാഗിലും അതുപോലെ തന്നെ നമ്മുടെ ലഗേജിലും നമ്മുടെ ബിൽഡിംഗ് നമ്പർ, റൂം നമ്പർ, അഡ്രസ്സ് എഴുതിയ ഭാഗം എയർപോർട്ടിൽ നിന്ന് ലഗേജ് കൊടുക്കുന്ന സമയത്ത് തന്നെ അതിനു മുമ്പ് ഒരു ഫോട്ടോ എടുത്ത് നിങ്ങളെ ഫോണിൽ വെക്കുകയും അതുപോലെ തന്നെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് അയച്ചു കൊടുക്കുകയോ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പുതിയ ഫോട്ടോ, ഇപ്പം നിലവിലുള്ള ഒരു ഫോട്ടോ, ഒരു പക്ഷേ നിങ്ങളൊക്കെ പാസ്പോർട്ട് കൊടുത്ത സമയത്ത് പാസ്പോർട്ടിൽ പഴയ ഫോട്ടോ ആയിരിക്കും, നിലവിലുള്ള ഒരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളുടെ കൈവശം വെക്കുന്നത് നന്നായിരിക്കും. അഥവാ ആളുകൾ മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ മിസ്സിംഗ് സെർച്ച് ടീമിന് കൊടുക്കുമ്പോൾ പുതിയ ഫോട്ടോ ഉണ്ടാവുന്നത്
വളരെ ഉപകാരപ്പെടും. അതിന് പുതിയ ഫോട്ടോ എടുത്ത് കയ്യിൽ വെക്കാനോ അതിൽ ഫോണിൽ വെക്കാനോ അല്ലെങ്കിൽ നാട്ടിലെ ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുക്കാനോ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. മിനയിലോ അറഫയിലോ മുസ്ദലിഫയിലോ എവിടെയെങ്കിലും നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ രേഖകളൊക്കെ നമ്മുടെ ബാഗിൽ ലഗേജിലൊക്കെ നമ്മൾ റൂം നമ്പറും കവർ നമ്പറും അതുപോലെ തന്നെ ടെലിഫോൺ നമ്പർ ഒക്കെ രേഖപ്പെടുത്തിയിട്ട് നമ്മൾ ഉറപ്പുവെക്കണം. അതുപോലെ തന്നെ മിനയിലെത്തുമ്പോൾ അവിടെ നമ്മുടെ KMCCയുടെ കഞ്ഞി നിങ്ങൾക്ക് തമ്പിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു തൂക്കപാത്രവും അതുപോലെ തന്നെ കുടിക്കാനുള്ളൊരു കയ്യിലും നിങ്ങളെ കയ്യിൽ നിർബന്ധമായിട്ടും കരുതണം. അത് മിനയിലേക്ക് പോകുമ്പോഴും അത് കൈവശം വെക്കണം. അതുപോലെ തന്നെ അത്യാവശ്യം പാകം ചെയ്യാനുള്ള ഭക്ഷണം പാകം ചെയ്യുന്ന ആളുകളുണ്ടാവും. സ്ത്രീകൾ മാത്രമുള്ള ആളുകളുണ്ട്, മുഹറമില്ലാതെ വരുന്ന ആളുകളുണ്ട്. അവർക്കൊന്നും ഒരുപക്ഷെ പുറത്ത് പോയി ഭക്ഷണം വാങ്ങാൻ കഴിയില്ല. ആ പുറത്ത് പോയി ഭക്ഷണം റൂമിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത്യാവശ്യം പാകം ചെയ്യാനുള്ള ചെറിയ പാത്രങ്ങൾ, അത് കഴിക്കാനുള്ള പ്ലേറ്റുകൾ, അങ്ങനത്തെ ഒക്കെ വളരെ അത്യാവശ്യപ്പെട്ട പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൈവശം വെക്കുക. അതുപോലെ തന്നെ പാകം ചെയ്യാനുള്ള അത്യാവശ്യം ഉപയോഗിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ വളരെ കുറച്ച് കൈവശം വെക്കുക. അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ബാക്കി മക്കയിൽ വന്നാൽ നിങ്ങളുടെ സേവനത്തിന് 24 മണിക്കൂറും KMCCയുടെ വളണ്ടിയർമാർ തയ്യാറായിട്ടുണ്ടാവും. അതുപോലെ നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഇവിടെ നിങ്ങളെ ബന്ധപ്പെട്ട മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടാനുള്ള നമ്പറുകളും അതുപോലെ തന്നെ അഡ്രസ്സും ഒക്കെ നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെച്ചാൽ ഉപകാരപ്പെടും. അഥവാ നിങ്ങളെ ഫോണ് മിസ്സാകുകയോ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുകയോ ചെയ്താൽ അത് നിങ്ങൾ കൈവശം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ബന്ധപ്പെടാൻ ഏറ്റവും ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് ഹാജിമാരോട് പറയാനുള്ളത്. നല്ല ചൂടാണ് മക്കയിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ അനുഭവപ്പെടാനുള്ളത്. അതുകൊണ്ട് ആ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കയ്യിൽ വെച്ച് പടച്ചറബ്ബിനെ തവക്കലാക്കി ഹജ്ജിന് പുറപ്പെടുക. അള്ളാഹു താല നല്ല രൂപത്തിൽ ഹൈറായ നിലക്ക് മഖ്ബൂലും മബ്റൂറുമായ രൂപത്തിൽ ഹജ്ജ് ഉംറയൊക്കെ ചെയ്ത് പൂർത്തിയാക്കി നാട്ടിലേക്കൊക്കെ തിരിച്ച് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് സൗദി നാഷണൽ KMCCയുടെ 4000-ലധികം വരുന്ന വളണ്ടിയർമാർ നിങ്ങളുടെ സേവനത്തിന് മക്കയിലും മദീനയിലും എയർപോർട്ടുകളിലും അതുപോലെ തന്നെ അറഫയിലും മിനയിലും മുസ്ദലിഫയിലൊക്കെ സേവനത്തിനുണ്ടാകും. നമ്മുടെ സേവനങ്ങളും നിങ്ങളുടെ അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.